ആ മകൻ്റെ വിരൽ മുറിഞ്ഞു. അവൻ വേദന കൊണ്ട് പുളയുകയാണ്. ഒരു വശത്ത് അപ്പൻ അവനെ അടിക്കുമോ എന്നുള്ളതായ ഭയം, മറുവശത്ത് അവൻ്റെ വേദന. അവൻ്റെ അപ്പൻ പറഞ്ഞതാണ് കത്തിയെടുക്കാൻ പോകരുതെന്ന്. എന്നാൽ അനുസരിക്കാതെ പോയത് നിമിത്തമായിട്ടാണ് കൈ മുറിഞ്ഞത്. അപ്പൻ വന്നപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവൻ്റെ കരച്ചിൽ കണ്ടതായി അവൻ്റെ പിതാവ് അവനോട് കരുണ കാണിച്ചു. മകൻ്റെ കരച്ചിൽ കണ്ടതുകൊണ്ട് അപ്പൻ അവനെ അടിക്കാതെ ആരെങ്കിലും ചെയ്തു. ഇപ്പോൾ അവൻ കരഞ്ഞതുകൊണ്ട് ആ പിതാവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവന് വിടുതൽ ലഭിച്ചു. പിതാവ് മകൻ്റെ കയ്യിൽ മരുന്ന് വെച്ച് കെട്ടി. ഞാൻ ചോദിക്കട്ടെ, ആ മകൻ്റെ കയ്യിൽ മരുന്ന് വെച്ച് കെട്ടി, അതുപോലെ പിതാവ് അവനോട് ക്ഷമിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ മുറിവിന് വേദന ഉണ്ടാകാതിരിക്കില്ലേ? വേദന ഉണ്ടാകുമല്ലോ. എന്തുകൊണ്ടാണ്? പിതാവ് അവനോട് ക്ഷമിച്ചല്ലോ. ശ്രദ്ധിക്കുക, പിതാവ് ക്ഷമിച്ചു. എന്നാൽ മകൻ ചെയ്ത തെറ്റുകൊണ്ട് അവനുണ്ടായതായ ആ മുറിവുണ്ടല്ലോ, അതിൻ്റെ വേദന അനുഭവിച്ചേ മതിയാകൂ. ആ മുറിവ് കരിയുന്നത് വരെ അതിൻ്റെ വേദന അവൻ അനുഭവിച്ചേ മതിയാകൂ. പിതാവ് ക്ഷമിച്ചു, എന്നാൽ അവൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായുണ്ടായ അതിൻ്റെ പരിണത ഫലം അനുഭവിക്കണം. ഈ വിഷയം ദയവ് ചെയ്ത് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഇടയിൽ പലർക്കും ഒരു തെറ്റായ രീതിയിലുള്ള അഭിപ്രായമുണ്ട്. അതായത് എന്ത് തെറ്റ് ചെയ്താലും ദൈവസന്നിധിയിൽ വന്ന് ഏറ്റുപറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കുമെന്ന്. യെസ്, നീ ഹൃദയപൂർവ്വമായിട്ട് അനുദപിക്കുകയാണെങ്കിൽ ദൈവം ക്ഷമിക്കും. എന്നാൽ ക്ഷമ ലഭിച്ചിട്ടും നീ വീണ്ടും വീണ്ടും തെറ്റു ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ആ പരിണത ഫലം നീ അനുഭവിച്ചേ മതിയാകൂ. മകൻ കഷ്ടപ്പെട്ട് പഠിക്കണമെന്നും അതുപോലെ പഠിച്ച് ഡോക്ടറാകണമെന്നുമായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. പിതാവിൻ്റെ ആഗ്രഹം പോലെ തന്നെ മകൻ പഠിക്കുന്നത് പോലെ ഒക്കെ ഭാവിച്ചു. എങ്കിലും അവൻ്റെ ചീത്ത കൂട്ടുകെട്ടുകൾ നിമിത്തം അവൻ പഠനത്തിൽ ഉഴപ്പാനിടയായി. എംസെറ്റിൻ്റെ റിസൾട്ട് കടന്നു വന്നു. തൻ്റെ മകന് മെഡിസിനിൽ സീറ്റ് ലഭിക്കുമെന്ന് ആഗ്രഹിച്ചതായ പിതാവിന് നിരാശയുണ്ടാകുവാനിടയായി. റാങ്ക് നേടുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവൻ എഴുതിയ പരീക്ഷയിൽ അവനെ ജയിക്കുവാൻ പോലും കഴിഞ്ഞില്ല. അപ്പൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയൽക്കാരൻ ചോദിക്കുകയാണ്, നോക്കൂ, എന്തായി? നിങ്ങളുടെ മകൻ്റെ റിസൾട്ട് എന്തായി? മെഡിസിൻ സീറ്റ് കിട്ടുമെന്നാണല്ലോ പറഞ്ഞത്, ഫ്രീ സീറ്റ് കിട്ടുമെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നു, എന്തായി? അവൻ ഫെയിലായിപ്പോയി. ആ വാക്കുകൾ പറയുവാൻ എത്ര ബുദ്ധിമുട്ടിക്കാണും. ഒരു വശത്ത് അപമാനം, മറുവശത്ത് ദുഃഖം. പിതാവ് തലകുനിച്ചു പോകുന്നത് തൻ്റെ മകൻ കാണുവാനിടയായി. അവൻ്റെ മനസ്സ് തകർന്നുപോയി. നോക്കുക, പിതാവ് മകനോട് ക്ഷമിച്ചു, എന്നാൽ അതിൻ്റെ പരിണത ഫലമായി എഴുതിയ എക്സാമിന് ജയിക്കാൻ കഴിയാത്തത് കൊണ്ട് ലജ്ജയുണ്ടാകാനിടയായി. ഹൃദയം തകർന്ന അവസ്ഥയാണ്. പിതാവ് അവനോട് ക്ഷമിച്ചുവല്ലോ. പിതാവ് ക്ഷമിച്ചത് കൊണ്ട് മാത്രം മകനും അതുപോലെ പിതാവിനും ഉണ്ടായതായ ആ അപമാനത്തെ, തന്മൂലമുണ്ടായതായ നിരാശയെ മാറ്റുവാനായിട്ട് ആർക്കും കഴിയില്ല. അതാണ് പറയുന്നത്, പാപം ചെയ്തിട്ട് നീ ഏറ്റുപറയുകയാണെങ്കിൽ കർത്താവ് ക്ഷമിക്കും. എന്നാൽ ആ പാപത്തിൻ്റെ പരിണത ഫലമായി നീ വരുത്തി വച്ചിരിക്കുന്നതായ അപമാനമുണ്ടാകുമല്ലോ, അതുപോലെ ആ വേദന ഉണ്ടാകുമല്ലോ. അതത്ര വേഗം നിന്നെ വിട്ടുമാറുകയില്ല. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കാം. ദാവീദ് ചെയ്തതായ തെറ്റുകൊണ്ട് അതിൻ്റെ പരിണത ഫലമായി അവൻ്റെ മകൻ മരണപ്പെട്ടു. താൻ ചെയ്തതായ തെറ്റോർത്ത് ദൈവത്തോട് നിലവിളിച്ചു. അതിനുശേഷം മകൻ്റെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ കണ്ണുനീരൊഴുക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദാവീദ് എന്താണ് ചെയ്തത്? ദൈവസന്നിധിയിൽ ഉപവസിച്ചുകൊണ്ട് മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിക്കട്ടെ, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായ എത്ര മാതാപിതാക്കന്മാരുണ്ട്? നിങ്ങൾ പറയരുത്, എൻ്റെ മകന് ഒരു കുഴപ്പവുമില്ല, ഞാനെന്തിനാണ് പിന്നെ അങ്ങനെ ചെയ്യുന്നതെന്ന്. അങ്ങനെ പറയാൻ പാടില്ല. ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആത്മീയമായ ആരോഗ്യത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനേകം കുട്ടികൾ വഴിതെറ്റി ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. മാതാപിതാക്കൾ അനുസരിക്കാതെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ചുമതല നിനക്കില്ലേ? അവരുടെ ആത്മീയതയ്ക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ചുമതല നിനക്കില്ലേ? നീ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്? കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക.
ഹൃദയം സകലവിധ വ്യാധിയാലും നിറഞ്ഞിരിക്കുന്നു. അത് ഗ്രഹിക്കുവാൻ ആർക്ക് കഴിയും? ഇന്ന് അനേകം ആളുകൾ പാപത്തിൽ വീണുകൊണ്ട് അവരുടെ ജീവിതം മലിനപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ പാപം നിറഞ്ഞിരിക്കുന്നു, മാലിന്യം വന്നിരിക്കുന്നു. ഇന്ന് അനേകം കുട്ടികൾ ദൈവത്തെ അനുസരിക്കാതെ, മാതാപിതാക്കന്മാരെ അനുസരിക്കാതെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. ചീത്ത കൂട്ടുകെട്ടുകളിൽ വഷളത്വം നിറഞ്ഞ് ജീവിക്കുന്നു. അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കന്മാർ ഇവിടെ. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായി നീ ഞങ്ങളോട് സംസാരിക്കുവാൻ ഇടയായല്ലോ. കർത്താവേ, നീ നൽകിയ സന്ദേശത്തിൽ കൂടി ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാനിടയായി. കർത്താവേ, നീ ക്ഷമിക്കുന്ന ദൈവമാണെന്നും ദയ കാണിക്കുന്ന ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് അത് ചൂഷണം ചെയ്ത് പാപപ്രവർത്തികൾ ചെയ്താൽ ശിക്ഷ ലഭിക്കാനിടയാകും. വിധിക്കപ്പെട്ട ഈ വചനത്തെ സ്വീകരിക്കുവാനുള്ള കൃപ തരണമേ. ഈ വചനം കൈക്കൊണ്ട് ആരൊക്കെയാണോ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്, കർത്താവേ, അങ്ങനെയുള്ള സകല വ്യക്തികളോടും കരുണ കാണിക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവരെ നീതിമാന്മാരാക്കി മാറ്റി നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റി നിന്നോട് ചേർന്ന് വസിക്കുവാനുള്ള കൃപ കൊടുക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.